ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിന് കാരണം സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥരെന്ന വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇന്ന് വിരമിക്കാനിരിക്കെ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി ചില ഉദ്യോഗസ്ഥർ കാണിച്ചു. റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അബ്ദുൾ ഹക്കീം പറഞ്ഞു. ഡോക്ടർ എ അബ്ദുൾ ഹക്കീം വിവരാവകാശ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. നമസ്കാരം സാർ. എന്തുകൊണ്ടാണ് ഈ ഔദ്യോഗികമായ ചടങ്ങുകൾ വേണ്ടാന്ന് വെച്ചത്? വിവരാവകാശ കമ്മീഷൻ്റെ സ്ഥാനത്തു നിന്നും മാത്രമേ ഞാൻ വിരമിക്കുന്നുള്ളൂ. വിവരാവകാശ പ്രവർത്തകനായി വീണ്ടും ഞാൻ ഉണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക തീർച്ചയായും. അതെ, എങ്ങനെയാണ് അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? രാജാവിനേക്കാൾ വലിയ രാജഭക്തി ചില ഉദ്യോഗസ്ഥർ കാണിച്ചു. അത് സാംസ്കാരിക വകുപ്പിൻ്റെ തലപ്പത്തിരുന്ന 2-3 ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാരണങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഗവൺമെൻറ് നിഷേധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, നമുക്കൊരു അത് പുറത്തു വിടുന്നതിനൊരു വിരോധവുമില്ല എന്ന മൂടാണ് നമുക്ക് കിട്ടിയിരുന്നത്. 2-3 പ്രാവശ്യത്തെ നമ്മുടെ നോട്ടീസിന് ശേഷവും അവരിത് തരാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്കത് വാങ്ങേണ്ടി വന്നു. എല്ലാവരുടെയും പ്രൈവസിയെ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ വൈയക്തികമായ വിവരങ്ങളിലേക്ക് തുളച്ചു കയറുന്നത് ഒഴികെയുള്ള വിവരങ്ങൾ കൊടുക്കണം എന്ന് തന്നെ ഞാൻ നിർദ്ദേശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി തോന്നുന്നുണ്ടോ? എനിക്ക് വ്യക്തിപരമായ എൻ്റെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുകയും എനിക്കുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തു തരികയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗവൺമെൻറ് പുതിയ വണ്ടി അനുവദിച്ചു തന്നു. പുതിയ വണ്ടി അതിനായിട്ട് പൈസ തരികയും പഴയ ചീഫ് കമ്മീഷണറുടെ ഇനിഷ്യേറ്റീവ് മുൻകൈ എടുത്തിട്ട് പുതിയ വണ്ടി അനുവദിച്ചു തരികയൊക്കെ ചെയ്തു. വണ്ടി കമ്മീഷൻ വരെ വന്നത് എനിക്കറിയാം. കമ്മീഷൻ വരെ വണ്ടി അനുവദിച്ച് വന്നു. എൻ്റെ ഡ്രൈവർ പോയി ട്രയൽ റണ്ണൊക്കെ നടത്തിയതൊക്കെ എനിക്കറിയാം. പക്ഷേ പിന്നെ വണ്ടി കണ്ടിട്ടില്ല.